ലോകശക്തിയായ അമേരിക്കയുമായുള്ള പെട്രോ ഡോളർ കരാർ സൗദി അറേബ്യ അവസാനിപ്പിക്കുന്നതോടെ ആഗോള സാമ്പത്തിക മേഖലയിൽ ഇനി എന്ത് സംഭവിക്കും? ഡോളറിന് കനത്ത തിരിച്ചടിയാകുമോ സൗദിയുടെ തീരുമാനം? ഇനി അതല്ല, ഇത് ഇന്ത്യ, ചൈന പോലുള്ള രാജ്യങ്ങൾക്ക് ഗുണം ചെയ്യുമോ? തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി പലർക്കുമുള്ളത്. 50 വർഷമായി അമേരിക്കയുമായി തുടരുന്ന കരാറാണ് സൗദി അറേബ്യ അവസാനിപ്പിക്കുന്നത്. 1974 ജൂൺ 8 ഒപ്പിട്ട ഈ കരാർ ആഗോള വിപണിയിൽ ഡോളറിന്റെ സ്വാധീനം ഊട്ടിയുറപ്പിച്ചു. 1971 വരെ അമേരിക്കൻ ഡോളർ സ്വർണ്ണവിലയെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു. ഒരു ഔൺസ് സ്വർണത്തിന് 35 അമേരിക്കൻ ഡോളർ എന്നതായിരുന്നു അടിസ്ഥാന വില. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് എം നിക്സൺ ഇത് അവസാനിപ്പിച്ചതോടെ ഡോളറിന്റെ വിലയിടിഞ്ഞു. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന ആരോപണത്തെ തുടർന്ന് ഒപെക് രാജ്യങ്ങൾ യുഎസിന് കടുത്ത എണ്ണ ഉപരോധം ഏർപ്പെടുത്തി. ഇത് എണ്ണവില കുതിച്ചുയരാൻ കാരണമായി. ഇതിന് പരിഹാരമായാണ് അമേരിക്ക സൗദിയുമായി പെട്രോ ഡോളർ കരാർ ഉണ്ടാക്കുന്നത്. സൗദിയിൽ നിന്നുള്ള എണ്ണ മുടങ്ങാതിരിക്കുക എന്നത് അമേരിക്കയുടെയും വിൽപ്പന നടക്കേണ്ടത് സൗദിയുടെയും ആവശ്യമായിരുന്നു. പകരം സൗദി അറേബ്യയ്ക്ക് സാമ്പത്തികവും സൈനികവുമായ സഹായമാണ് അമേരിക്ക വാഗ്ദാനം ചെയ്തത്. കരാറിന്റെ ചുവട് പിടിച്ച് മറ്റ് അറബ് രാജ്യങ്ങളും ഡോളറിലേക്ക് വിൽപ്പന മാറ്റിയതോടെ അമേരിക്കൻ ഡോളർ കരുത്തുറ്റതായി. രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയെ ലോകശക്തിയാക്കിയത് ഡോളറാണെന്ന് സാമ്പത്തിക വിദഗ്ധർ പറയുന്നുണ്ട്. കരാർ റദ്ദാക്കിയതിന് പിന്നിൽ റഷ്യയുടെ കരങ്ങളാണെന്നും ഒരു വിഭാഗം പറയുന്നു. അങ്ങനെ പറയുന്നതിന് കാരണവുമുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധത്തോടെ അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യക്കെതിരെ തിരിഞ്ഞതോടെ അന്താരാഷ്ട്ര വിപണിയിൽ തങ്ങളുടെ എണ്ണ വിൽക്കാനാവാതെ വന്നു. ഇതോടെ ഡോളറിന് പകരം മറ്റ് കറൻസികളിൽ വിൽപ്പന നടത്താൻ റഷ്യ ശ്രമങ്ങൾ തുടങ്ങി. ചൈനീസ് യുവാനിൽ കച്ചവടം ചെയ്യാനായിരുന്നു പദ്ധതിയെങ്കിലും ശത്രു രാജ്യത്തിന്റെ കറൻസിയിൽ ഇടപാട് നടത്താൻ തയ്യാറല്ലെന്ന് ഇന്ത്യ അറിയിച്ചതോടെ രൂപയിലും റൂബിളിലും വാങ്ങാൻ റഷ്യ സമ്മതിച്ചു. നിലവിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന 2 പ്രമുഖ രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും. വിപണിയിലെ അമേരിക്കൻ ഡോളർ സ്വാധീനം അവസാനിപ്പിക്കാൻ റഷ്യയും ചൈനയും ശ്രമം നടത്തുന്നുണ്ട്. 2022 ഡിസംബറിൽ സൗദി സന്ദർശിച്ച ചൈനീസ് പ്രസിഡന്റ് യുവാനിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതുമായി ഒരു പ്രഖ്യാപനവും നടത്തിയിരുന്നു. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ചൈനയ്ക്കും റഷ്യയ്ക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് സംശയം തോന്നിയാൽ തെറ്റു പറയാനാവില്ല. എന്നാൽ സൗദിക്ക് അമേരിക്കയുമായുള്ള സഹകരണം പെട്ടെന്ന് അവസാനിപ്പിക്കാനും കഴിയില്ല. ഇറാൻ, തുർക്കി, യമനിലെ ഹൂതി വിമതർ, രാജ്യത്ത് തന്നെയുള്ള വിഘടനവാദികൾ എന്നിവരെ നേരിടാൻ സൗദിക്ക് അമേരിക്കയുടെ സൈനിക സഹകരണം ആവശ്യമായി വരും. മാത്രമല്ല, ഡോളറിന് ആഗോളതലത്തിൽ ഡിമാൻഡ് കുറയുന്നത് ഉയർന്ന പണപ്പെരുപ്പത്തിനും പലിശ നിരക്ക് വർധനയ്ക്കും കാരണമാകാമെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു.